സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. എത്യോപ്യക്കാരന് തൻ്റെ തൊലിയോ പുള്ളിപ്പുലിക്ക് അതിൻ്റെ പുള്ളിയോ മാറ്റാനാകുമോ? ജെറമിയ പ്രവാചകൻ്റെ 26 നൂറ്റാണ്ട് മുമ്പത്തെ വാക്കുകൾ എത്ര ശരി! തീവ്ര ഹിന്ദുത്വവാദികൾക്കും അവരുടെ തൊലിയും പുള്ളിയും ഉപേക്ഷിക്കാൻ കഴിയില്ല. യുപിയിലെ ഝാൻസിയിൽ അതൊരിക്കൽ കൂടി തെളിഞ്ഞു. കഴിഞ്ഞ ആഴ്ച ട്രെയിൻ യാത്രയ്ക്കിടെ മലയാളി അടക്കം 4 യുവ ക്രൈസ്തവ സന്യാസിനികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യ വാർത്തയിൽ ആക്രമികൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ, പിന്നീട് റെയിൽവേ പോലീസിൻ്റെ ഭാഷ്യത്തിൽ അക്രമം കാട്ടിയത് ABVP പ്രവർത്തകർ, അതായത് വിദ്യാർത്ഥികൾ. എന്തായാലും ഒരു കാര്യം തെളിഞ്ഞു: തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാവത്തിനും ശീലങ്ങൾക്കും മാറ്റമില്ല. ഉത്തരേന്ത്യയിലെ മിഷനറിമാരെ, ക്രൈസ്തവ സന്യാസികളെയും വൈദികരെയും കണ്ടാൽ അവർക്ക് ഒരേയൊരു മനോനിലയേയുള്ളൂ: വിദ്വേഷവും എതിർപ്പും. മതനിരപേക്ഷതയുടെ മാസ്ക് ധരിക്കാനുള്ള ബാധ്യതയും താല്പര്യവും പോലും തങ്ങൾക്കില്ല എന്ന് അവർ വ്യക്തമായി കാട്ടിത്തരുന്നു. ഉത്തർപ്രദേശിലെ വർഗീയവാദികൾക്ക് ഇപ്പോൾ എടുത്തു വീശാൻ സർക്കാർ പാസാക്കിയ മതം മാറ്റ നിരോധന നിയമം എന്ന ഇരുതല വാൾ കൂടിയുണ്ട്. ആ നിയമത്തെ ഒരു നിമിഷമെങ്കിലും മനസ്സാ പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ ക്രൈസ്തവർ നിശ്ചയമായും ലൂതറൻ പാസ്റ്ററായിരുന്ന മാർട്ടിൻ നീമോളറെ ഓർക്കണം. അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ പശ്ചാത്താപ ഗീതയും ചുരുക്കത്തിലെങ്കിലും ഓർമ്മിക്കണം. ആദ്യം അവർ യഹൂദരെ തേടി വന്നു. അപ്പോൾ ഞാൻ മിണ്ടിയില്ല. അങ്ങനെ പലരെയും. അവസാനം അവർ എന്നെ പിടികൂടി. അപ്പോൾ എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും അവശേഷിച്ചിരുന്നില്ല. ജർമ്മനിയിൽ ഹിറ്റ്ലറും നാസികളും യഹൂദരെ വേട്ടയാടിയപ്പോൾ താനടക്കം വ്യക്തികളും വിഭാഗങ്ങളും മൗനം പൂണ്ടതിൻ്റെ കുറ്റബോധമാണ് പാസ്റ്റർ തൻ്റെ ലഘുഗീതയിൽ കുറിച്ചത്. ലവ് ജിഹാദിനെ എതിർക്കുന്നവർക്കെല്ലാം അത് നല്ല കാര്യമെന്ന് തോന്നുമല്ലോ. എന്നാലോ എല്ലാ തരം മിഷണറി പ്രവർത്തനങ്ങൾക്കും മതം മാറാനുള്ള വ്യക്തിയുടെ മൗലിക അവകാശത്തിനുമെതിരെ എടുത്തു വീശാവുന്ന വാൾ. കന്യാസ്ത്രീകളോട് അതിക്രമം കാട്ടിയതിനു പുറമെ മതം മാറ്റ നിരോധന നിയമം അനുസരിച്ച് അവർക്കെതിരെ കേസെടുപ്പിക്കാൻ ശ്രമം നടന്നു എന്നത് യാദൃശ്ചികമല്ല. UP തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാവുന്ന മണ്ണാണെന്ന് വർഗീയവാദികൾക്ക് നല്ല തീർച്ചയുണ്ട് എന്നതാണ് കാര്യം. അന്തിമമായി അവരുടെ ശ്രമം വിജയിച്ചില്ല എന്നതുകൊണ്ട് മാത്രം നീതി പുലർന്നു എന്ന് ആരും വ്യാഖ്യാനിക്കേണ്ട. ക്രൈസ്തവർ മാത്രമല്ല, മതനിരപേക്ഷതയിലും മതസ്വാതന്ത്ര്യത്തിലും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആരും അത് സമ്മതിച്ചു കൊടുക്കില്ല. നിയമത്തിനു മുമ്പിൽ നിൽക്കേണ്ടത് കന്യാസ്ത്രീകളല്ല, അവരെ ദ്രോഹിച്ചവരാണ്. അവർക്കെതിരെ നിയമം തിരിയുമ്പോൾ മാത്രമേ നീതിയുടെ ആദ്യ ചുവടുവെപ്പെങ്കിലും ആകുന്നുള്ളൂ. 20 വയസ്സിനടുത്ത് മാത്രം പ്രായമുള്ള കന്യാസ്ത്രീകളുടെ ആധാർ കാർഡും മറ്റു രേഖകളും കൈക്കലാക്കി മതം മാറ്റ കുറ്റത്തിന് ദ്രോഹിക്കാൻ ശ്രമിച്ചത് കൊടിയ കുറ്റമായി വിധിക്കപ്പെടണം. അതിനു കൂട്ടുനിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയുണ്ടാകണം. കന്യാസ്ത്രീകൾക്ക് സഭാവസ്ത്രം ധരിച്ചു യാത്ര ചെയ്യാൻ സ്വതന്ത്രേന്ത്യയിൽ തടസ്സം സൃഷ്ടിച്ച വർഗീയ ഔദത്യം അടിച്ചമർത്തപ്പെടണം. യോഗി ആദിത്യനാഥിൻ്റെ UPയിൽ അതുണ്ടാകുമോ? ഒരു ഉറപ്പുമില്ല. ലവ് ജിഹാദ് എന്ന ഒരേയൊരു ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടി മാത്രം ചുട്ടെടുത്തതല്ല മതം മാറ്റ നിരോധന നിയമം. അവർ ഏതു സമയത്തും ഏതു രൂപത്തിലും ആ വിദ്വേഷം പുറത്തെടുക്കാം. ഏത് ക്രൈസ്തവ സന്യാസിനിയെയും വൈദികനെയും അവർക്ക് കേസിൽപ്പെടുത്തി ദ്രോഹിക്കാം. അന്തിമ വിധിയിൽ വിട്ടയക്കപ്പെട്ടാലും ഇരകളാക്കപ്പെട്ടവർ അതിനു മുൻപ് തന്നെ കൊടിയ ദ്രോഹവും പീഡകളും അനുഭവിച്ചു കഴിഞ്ഞിരിക്കും. അന്യായമായി പ്രതികളാക്കപ്പെട്ടവർ പിന്നീട് എപ്പോഴെങ്കിലും മോചിതരാകുമ്പോൾ അതിക്രമികൾക്ക് ഒരു നഷ്ടവും നഷ്ടബോധവുമില്ല. കാരണം അപ്പോഴേക്ക് തങ്ങൾ നിശ്ചയിച്ച വിധം ഇരകളെ ദ്രോഹിച്ചു കഴിഞ്ഞതിൻ്റെ നീചമായ ചാരിതാർത്ഥ്യം അവർക്കുണ്ടല്ലോ. സാധാരണ വിശ്വാസികളുടെ മനോനിലയിലല്ല വർഗീയവാദികളുടേത്. സമാധാനത്തിൽ ജീവിക്കാനോ ജീവിപ്പിക്കാനോ അവർക്ക് ലക്ഷ്യമില്ല. വിദ്വേഷം പടർത്തിയുള്ള സ്വയം വളർച്ചയാണ് അവരുടെ മാർഗം. ഭയപ്പെടുത്തിയുള്ള ആധിപത്യമാണ് അവരുടെ ലക്ഷ്യം. അസഹിഷ്ണുതയാണ് അവരുടെ യഥാർത്ഥ ശൈലി.
സ്വാതന്ത്ര്യം ലഭിച്ച് 3/4 നൂറ്റാണ്ടായിട്ടും രാജ്യത്തെ ജനസംഖ്യയിൽ 3% തികച്ചിട്ടില്ലാത്ത ക്രൈസ്തവരെ മതമാറ്റ വ്യവസായികളെന്ന് ആക്ഷേപിക്കുന്നവരുടെ അസഹിഷ്ണുതയും ഭീരുത്വവും വിദ്വേഷവും എത്ര വലുതാണ്. ഹിറ്റ്ലറാണ് അവരുടെ മാതൃകാ പുരുഷോത്തമൻ. ക്രൈസ്തവരുടെയോ മുസ്ലിങ്ങളുടെയോ മനസ്സിൽ ജാലിയൻ വാലാബാഗിന്റെ ഓർമ്മ കുത്തിച്ചെലുത്താനാകാം ചിലരുടെയെങ്കിലും ശ്രമം. ജാംബുവ, കാന്തമാൽ, ഝാൻസി എന്നിങ്ങനെയും പേരുകൾ പലത് ഉണ്ടായി കഴിഞ്ഞല്ലോ. രാജ്യത്തെ ഹൈന്ദവ ഭൂരിപക്ഷം ക്രൈസ്തവർക്കെന്നല്ല, ഒരു വിഭാഗത്തിനും ഭീഷണിയല്ല. എന്നാൽ ഹിന്ദുത്വ വർഗീയവാദം ഏതളവിലും തീർച്ചയായും ഭീഷണി തന്നെയാണ്. ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെട്ട തിന്മയെ തടയണം. അത് ക്രൈസ്തവർ തീർച്ചയായും ആവശ്യപ്പെടുന്നു. മറ്റാരുടെയെങ്കിലും വർഗീയ വിദ്വേഷമല്ല അതിനുള്ള ആയുധവും ഉപകരണവും. ആ വിദ്വേഷം ക്രൈസ്തവർക്ക് തൊടാൻ കൊള്ളുന്നതല്ല. ഇല്ല, റബ്ബറിനു കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങുവിലയില്ല. വാണിജ്യ സഹമന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇതേക്കുറിച്ച് ചോദിച്ച അടൂർ പ്രകാശിന് സംശയം തീർന്നെന്ന് തോന്നുന്നു. അടൂർ പ്രകാശിന് മാത്രമല്ല, എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന കക്ഷികളുടെ പ്രതിനിധികൾക്കുമെല്ലാം കാര്യം ഇപ്പോൾ മനസ്സിലായതേയുള്ളൂ എന്നതാണ് അവരുടെയൊക്കെ മട്ട്. റബ്ബറിന് കാർഷിക വിള എന്ന നിലയ്ക്ക് താങ്ങുവില കേന്ദ്രം പ്രഖ്യാപിക്കുകയില്ലെന്ന കാര്യം, ഈ ആവശ്യം BJP സർക്കാരിനോട് ചോദിക്കാൻ തുടങ്ങിയിട്ട് വർഷം 7 ആകുന്നുള്ളൂ. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം. അതിനു മുൻപ് ഈ ചോദ്യം ചോദിച്ചിരുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരുകളോടാണ്. അതിനു മുമ്പേ കോൺഗ്രസിന്റെ ഏക കക്ഷി സർക്കാരിനോടും. NDA സർക്കാർ അവഗണിച്ചതിനേക്കാൾ നീണ്ട കാലം കർഷകരുടെ ആവശ്യം നിരാകരിച്ചത് കോൺഗ്രസ് നയിച്ചിരുന്ന സർക്കാരുകളാണ്. മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ റബ്ബർ തകർന്നടിഞ്ഞ വിളയായിരുന്നു. അക്കാലത്തെ പ്രതിഷേധവും കർഷകരുടെ ദുരവസ്ഥയും ഒക്കെ കണ്ടപ്പോൾ കാര്യങ്ങളുടെ കിടപ്പറിയാതെ വാണിജ്യ സഹമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പം ശരിയാക്കി തരാം എന്നൊരു വാഗ്ദാനം നൽകിയെന്നത് വാസ്തവം. പക്ഷേ മന്ത്രാലയത്തിലെയും സർക്കാരിലെയും കാര്യങ്ങൾ മനസ്സിലാക്കിയതോടെ അവർ പയ്യെ റബ്ബർ കാര്യം വിട്ടു. വാഗ്ദാനങ്ങളും ഉറപ്പുകളും ഒന്നും നൽകാൻ പിന്നെ അവർ തുനിഞ്ഞിട്ടില്ല. എന്താണ് കാരണം? കേന്ദ്ര സർക്കാർ ടയർ വ്യവസായികൾക്കൊപ്പമാണ് നിലകൊള്ളുന്നത്. കേന്ദ്രത്തിൻ്റെ പട്ടികയിൽ റബ്ബർ വാണിജ്യവിള, കാർഷിക വിളകളുടെ ഗണത്തിൽ അതിനെ പെടുത്തിയിട്ടില്ല. 25 ഇനം വിളകൾക്ക് കാർഷിക വിളകൾ എന്ന നിലയിൽ താങ്ങുവില ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ഹർദീപ് സിംഗ് പുരി ലോക്സഭയിൽ പറഞ്ഞു. റബ്ബർ അതിൽ പെടില്ല. കാരണം അത് രാജ്യത്താരുടെയും വയർ നിറയ്ക്കുന്നതോ ഉദരത്തിലേക്ക് പോകുന്നതായ ഉൽപ്പന്നമല്ല. ടയർ വ്യവസായികളുടേത് മാത്രം കീശ നിറയ്ക്കുന്ന വിളയാണ്. ടയർ വിലയിലെ ലാഭം മുഴുവൻ ഒരു ഘടകം മാത്രമായ റബ്ബറിൻ്റെ വിലയിടിച്ച് ഉറപ്പാക്കണമെന്ന് നിശ്ചയിച്ചിട്ടുള്ളവരാണ് ടയർ ലോബി. കാർഷിക വിള എന്ന സംരക്ഷണം ഉണ്ടായാൽ വിലയിടിക്കലിൻ്റെ ഗൂഢനീക്കങ്ങളെ ചെറുക്കാൻ നടപടികൾക്ക് വഴി തുറക്കാം. ആ വഴി തുറക്കും മുമ്പേ അടയ്ക്കുകയാണ് വ്യവസായ ലോബി ചെയ്തത്. കേരളത്തിൽ നിന്നുള്ള UDF നേതാക്കളിൽ ചിലരും അവരെയാണ് സഹായിച്ചത്. കുറെ വർഷങ്ങളായി റബ്ബർ കർഷകർക്ക് സംസ്ഥാനത്തെ താങ്ങുവിലയെക്കുറിച്ചേ പറയാനും പരാതിപ്പെടാനുമുള്ളൂ. കാരണം വിലയിടിക്കലിനെതിരായ സംരക്ഷണം എന്ന യഥാർത്ഥ ആവശ്യം നിസ്സഹാരായ അവർ എന്നേ മറന്നു. ടയർ ലോബിയുടെ കൗശലങ്ങൾക്ക് മുമ്പിൽ അസംഘടിതരായ കർഷകരുടെ ആവശ്യം തോറ്റു. സ്വന്തം മുദ്രാവാക്യവും കർഷകർ മറന്നു. കർഷകരെയും വ്യാപാരികളെയും ചതിച്ച ചില വ്യാപാര പ്രതിനിധികളും കൂറുമാറി ടയർ ലോബിക്കൊപ്പമാണ് രഹസ്യമായി നിലകൊണ്ടത്. രാഷ്ട്രീയ നേതാക്കളുടെ വഞ്ചന കൂടിയപ്പോൾ റബ്ബർ വിലയിടിവിനും ടയർ ലോബിയുടെ കുതന്ത്രങ്ങൾക്കുമെതിരായ പോര് കെട്ടടങ്ങി. ഒടുവിൽ കർഷകരുടെ നഷ്ടം നികത്താൻ ഒരു പങ്ക് പൊതുഖജനാവിൽ നിന്നും വിലത്താങ്ങായി നൽകുന്ന ഏർപ്പാടുണ്ടാക്കി കേരളത്തിലെ നേതാക്കൾ കനത്തെതിർപ്പിൻ്റെ വായടച്ചു. അതായത് ടയർ ലോബിക്ക് ചൂഷണം തുടരാം. അവരിൽ നിന്ന് കർഷകർക്ക് ന്യായമായ വില നേടിക്കൊടുക്കേണ്ടതിനു പകരം വില നഷ്ടത്തിൻ്റെ ഒരംശം ഖജനാവിൽ നിന്ന് കൊടുത്തു മിണ്ടടക്കി. സത്യസന്ധമായി പറഞ്ഞാൽ വ്യവസായ ലോബിക്ക് രാഷ്ട്രീയ നേതാക്കൾ ചെയ്തു കൊടുത്ത സഹായം ഇപ്പോഴിതാ
കേന്ദ്രം ഈ അവസ്ഥ ശരിവെച്ചിരിക്കുന്നു. റബ്ബറിനു നിയമപരമായ വില സംരക്ഷണം ലഭ്യമാക്കാൻ നീക്കമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ വ്യവസായ ലോബിയെ തെല്ലുപോലും അലോസരപ്പെടുത്തുന്ന നടപടി ഉണ്ടാവുകയില്ല. കോൺഗ്രസോ BJPയോ ഭരിച്ചാലും സോണിയയോ മോദിയെയോ നയിച്ചാലും ഇക്കാര്യത്തിൽ കർഷകർക്ക് യാതൊരു പ്രതീക്ഷയും തൽക്കാലം വേണ്ട. അവരെ എന്തിനു പറയണം? റബ്ബർ വിലയിടിവിൻ്റെ ഭീകരമായ നാളുകളിൽ പോലും തങ്ങളെ ചതിച്ചവരെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ പിന്തുണച്ചതാണ് റബ്ബർ കൃഷി മേഖലയിലെ ചരിത്രം. സ്വന്തം വോട്ട് കൊണ്ട് പോലും തിരിച്ചടി കൊടുക്കാൻ തോന്നാത്തവരെ ആര് സഹായിക്കാൻ? വീണ്ടും ഒരു പീഡാനുഭവ വാരവും ദുഃഖവെള്ളിയും അടുത്തു വരുമ്പോൾ ക്രൈസ്തവരുടെ മുമ്പിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി ചോദിച്ച അതേ ചോദ്യം ദൈവത്തിൻ്റെ അനന്ത സ്നേഹവുമായി എങ്ങനെ പൊരുത്തപ്പെടും? ഈ ചോദ്യം ക്രൈസ്തവ വിശ്വാസത്തെ വിമർശിക്കുന്ന മറ്റുള്ളവരും ഇപ്പോൾ ചോദിക്കാറുണ്ട്. അതിലൊക്കെ ഉപരിയായി ക്രൈസ്തവരിൽ തന്നെ പലരുടെയും ഉള്ളിലുണ്ട് ഈ സംശയം. ആദം ഹൗവാമാർ പാപം ചെയ്തതിനെ പരമസ്നേഹമായ ദൈവം ഇങ്ങനെ ശിക്ഷിക്കുമോ എന്ന്. സ്നേഹമുള്ള ന്യായാധിപൻ കുറ്റവാളിക്ക് പിഴ വിധിക്കുകയും സ്വയം പിഴയടയ്ക്കുകയും ചെയ്തു എന്ന് തുടങ്ങിയ വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവം ശിക്ഷിച്ചു എന്ന തത്വം പൊന്തി വരുന്നു. അതുപോലെ തന്നെ ഏത് ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയാണ്. മനുഷ്യർ ചെയ്തതുപോലെ മുമ്പ് ദൈവത്തിനെതിരെ തെറ്റു ചെയ്ത സൃഷ്ടി. സാത്താൻ്റെ അവകാശമില്ലാതാക്കാൻ ദൈവിക ജ്ഞാനം നിശ്ചയിച്ചതാണ് താൻ തന്നെ വില കൊടുത്തു മനുഷ്യരെ രക്ഷിക്കുക എന്ന വഴി. ദൈവത്തിൻ്റെ പരമപരിശുദ്ധിക്ക് വിരുദ്ധമായി സാത്താനോടും പ്രവർത്തിക്കാത്ത വഴി. സാത്താൻ സ്വയം ദുർബലനായി മനുഷ്യന്റെ മേലുള്ള സകല ആധിപത്യങ്ങളും വിട്ടുപോകാൻ നിർബന്ധിതമാക്കുന്ന വിലയാണ് ദൈവപിതാവ് നൽകിയത്. ദൈവപിതാവിനോടുള്ള സ്നേഹസമ്പൂർണമായ അനുസരണം വഴി സാത്താനെ തോൽപ്പിക്കുന്ന സ്വപുത്രന്റെ ത്യാഗം. സാത്താൻ മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിച്ച ധിക്കാരത്തിന് നേരെ വിപരീതവും അതിനേക്കാൾ ശക്തവുമായ അനുസരണം. പാപം ചെയ്തത് മനുഷ്യനായതിനാൽ മനുഷ്യ ശരീരത്തിൽ തന്നെ ഈ പരിഹാരക്രിയ നടക്കണമായിരുന്നു. അതും സാത്താൻ മനുഷ്യനുമേൽ സ്ഥാപിച്ച അവകാശത്തിൻ്റെ ഫലം. ആദവും ഹവ്വയും മാത്രമല്ല, മനുഷ്യ പരമ്പര മുഴുവൻ സാത്താന് കീഴ്പ്പെട്ടു പോയതിനാൽ എല്ലാവരും മോചിതരാകാൻ ഒന്നുകിൽ എല്ലാവരും അല്ലെങ്കിൽ എല്ലാവർക്കും പകരമാകുന്ന ഒരുവൻ ആ പരമത്യാഗം ചെയ്യേണ്ടിയിരുന്നു. എല്ലാവർക്കും പകരമാകാൻ, കൃപയുടെ ഉറവിടമാകാൻ ദൈവപുത്രനല്ലാതെ മറ്റാരാണുള്ളത്? ആദവും ഹവ്വയും മുതൽ ലോകാന്തം വരെയുള്ള സർവ്വ മനുഷ്യരുടെയും പാപവും പാപസാധ്യതകളും ഉൾച്ചേർത്താണ് ഈശോ പീഡകൾ സഹിച്ചത്. രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ടോ മോഹിച്ചത് കൊണ്ടോ ആയില്ല. അതൊരു നല്ല മോഹമാണെങ്കിൽ കൂടി കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി. ഇതിനകം കേരളം ഭരിച്ച ഏതെങ്കിലും നേതാവോ ജനപ്രതിനിധിയോ അങ്ങനെയൊരു സങ്കല്പത്തെ പിന്തുണയ്ക്കുമോ? സാധ്യത വിദൂരത്തിലായതുകൊണ്ട് പ്രചാരണത്തിന് വേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചേക്കാം. അത് രാഷ്ട്രീയ തന്ത്രം. പക്ഷേ ഉള്ളുകൊണ്ട് അങ്ങനെയൊരു കാര്യത്തെ പിന്തുണയ്ക്കാൻ ഇതുവരെ നമ്മൾ കണ്ടുപരിചയിച്ച ഒരു രാഷ്ട്രീയ മുഖവും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഗ്രൂപ്പുകളും വിഭാഗങ്ങളും ഒക്കെയായി വിവിധ കക്ഷികളിലെ നേതാക്കൾ പരസ്പരം പൊരുതി നിൽക്കുന്ന സാഹചര്യത്തിൽ ആദ്യ വനിതാ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെ സിരിമാവോ ബന്ദാര നായികയ്ക്ക് ശേഷം ലോകം ശ്രദ്ധിച്ച വനിതാ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ സൃഷ്ടിച്ച രാജ്യമാണ് നമ്മുടേത്. നിരവധി സ്ത്രീകൾ പല മേഖലകളിലും അഗ്രാസനങ്ങൾ വഹിച്ചിട്ടുള്ള രാജ്യം. നമുക്കൊരു വനിതാ രാഷ്ട്രപതി ഉണ്ടായിരുന്നു. ശക്തരായ വനിതാ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും ഉണ്ടായി. ഡൽഹി അടക്കം സംസ്ഥാനങ്ങളിൽ വനിതകൾ ഭരണം നയിച്ചു. ഉന്നത ന്യായാസനങ്ങളിലും വനിതകൾ സ്ഥാനം നേടി കഴിവ് തെളിയിച്ചു. മറ്റു നിരവധി മേഖലകളിലും സ്ത്രീകൾ അഭിമാനകരമായ വിധത്തിൽ നേതൃസ്ഥാനം വഹിച്ചു. എന്നിട്ടും വിദ്യാഭ്യാസ വളർച്ചയും പുരോഗമനവും നേടിയ കേരളത്തിൽ സ്ത്രീകൾക്ക് ഇനിയും രാഷ്ട്രീയത്തിൽ പ്രമുഖ സ്ഥാനങ്ങൾ നേടാൻ കഴിഞ്ഞിട്ടില്ല. എന്തിന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും സ്ത്രീകൾക്ക് എടുത്തു പറയാൻ മാത്രം
സാന്നിധ്യമില്ല എന്നു മാത്രമല്ല, ആശാഭംഗത്താൽ സ്ത്രീകൾക്ക് കണ്ണീരൊഴുക്കേണ്ടി വന്നതും കേരളം ഇക്കുറി കണ്ട കാഴ്ച. സ്ത്രീകൾക്ക് മൊത്തം അവസരങ്ങളുടെ 1/3 നൽകാനുള്ള നീക്കം ബില്ലിൻ്റെ രൂപമാർജിച്ചിട്ടു തന്നെ ദശകങ്ങളായി. കേന്ദ്രത്തിൽ സോണിയാഗാന്ധിയുടെ താല്പര്യത്തിൽ കോൺഗ്രസ് അതിനെ നീക്കം തുടങ്ങിവെച്ചു. പക്ഷേ ആ ബില്ലിന് മാത്രം നേരിടേണ്ടി വന്നത് അവസാനിക്കാത്ത തടസ്സങ്ങൾ. ഫലം, ചിലരുടെ ഉദ്ദേശശുദ്ധിക്കും നീക്കങ്ങൾക്കും അപ്പുറം ഇക്കാര്യത്തിൽ ഒന്നും സംഭവിച്ചില്ല. അതെ, വർത്തമാനങ്ങൾക്കപ്പുറം ഇങ്ങനെയൊരു മാറ്റം ഉൾക്കൊള്ളാൻ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിലെ പുരുഷ സമൂഹം ഇനിയും സന്നദ്ധമായിട്ടില്ല എന്നർത്ഥം. സ്ത്രീകളോടുള്ള വിവേചനം എന്ന് ഈ സാഹചര്യത്തെ പഴിക്കുന്നതിൽ കഴമ്പില്ലായിരിക്കാം. തങ്ങൾക്ക് വേണ്ടി അവസരങ്ങൾ കണ്ടെത്താൻ ഓരോരുത്തരും പരസ്പരം മത്സരിക്കുകയാണല്ലോ രാഷ്ട്രീയത്തിൽ. അതിനിടെ സ്ത്രീകൾക്ക് അവസരം നൽകുന്നതിനെക്കുറിച്ച് ആകുലപ്പെടാൻ ആർക്കാണ് നേരമുള്ളത്? ഈ നില മാറണമെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ ജനാധിപത്യ സ്വഭാവം ആർജിക്കണം. തെരഞ്ഞെടുപ്പിലൂടെ പാർട്ടി ഭാരവാഹികൾ നിശ്ചയിക്കപ്പെടുന്ന അവസ്ഥ വന്നാൽ കഴിവുള്ള സ്ത്രീകൾക്ക് നിശ്ചയമായും അവസരം നേടാനാകും. നമുക്ക് വേണ്ടത് ആരുടെയെങ്കിലും പിന്തുണയാൽ മാത്രം സ്ഥാനങ്ങളിലെത്തുന്ന നാമമാത്ര വനിതകളുടെ സാന്നിധ്യമല്ല, പ്രവർത്തിച്ചും പൊരുതിയും നേടുന്നവരെയാണ്. സംവരണം കൊണ്ട് സ്ത്രീ സാന്നിധ്യം ഉറപ്പുവരുത്തുക എന്നതിനപ്പുറത്തേക്ക് സമൂഹവും രാഷ്ട്രീയ മണ്ഡലവും വളരുക എന്നതാണ് ആവശ്യം. അതുവരെ സംവരണവും ഉപകരിച്ചേക്കാം. പക്ഷേ അതിന് രാഷ്ട്രീയ ആൺകോയ്മകൾ കൂടി സമ്മതിക്കണമല്ലോ. കാണാത്തത് കാണാം, കേൾക്കാത്തത് കേൾക്കാം. ഇനി അടുത്ത ആഴ്ച.